ഒരു നേരത്തെ ഭക്ഷണം മോഷ്ടിച്ചതിന്റെ പേരിൽ ആൾക്കാരെ തല്ലിക്കൊല്ലുന്ന നാടാണ് നമ്മുടേത്. പക്ഷേ അതേ സമയത്ത് ഇന്ത്യയിലെ ബാങ്കുകളെയും ഗവൺമെന്റിനെയൊക്കെ കബളിപ്പിച്ചിട്ട് ഇവിടെ നിന്ന് കടന്നുപോയ എത്രയോ കള്ളന്മാർ ഇന്ത്യയിലുണ്ട്. അതിൽ ആദ്യം നമ്മൾ എപ്പോഴും ഓർമ്മ വരുന്നത് വിജയ് മല്യ തന്നെയാണ്. കാര്യം ഇന്ത്യയിലെ മദ്യരാജാവായിരുന്നു വിജയ് മല്യ, ഇന്ത്യയിലെ നമ്പർ 1 മദ്യ വ്യവസായി. അതിനിടയിൽ അദ്ദേഹം ഒരു എയർലൈനും കൂടെ സ്റ്റാർട്ട് ചെയ്തു. എയർലൈൻ്റെ പേര് കിങ്ഫിഷർ എയർലൈൻസ് എന്നായിരുന്നു. പക്ഷേ പിന്നീട് ആ കിങ്ഫിഷർ എയർലൈൻസ് സാമ്പത്തിക പ്രതിസന്ധി മൂലം പൂട്ടിപ്പോയി. ഇതിനിടയിൽ അദ്ദേഹം 9,000 കോടി രൂപ ഇന്ത്യയിലെ ബാങ്കുകളിൽ നിന്ന് കടമെടുത്തിരുന്നു. പക്ഷേ അത് തിരിച്ചടയ്ക്കാനുള്ള ആസ്തിയും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് ചെയ്യാതെ അദ്ദേഹം ലണ്ടനിലേക്ക് മുങ്ങിക്കളഞ്ഞു. ഇന്ന് വരെ അദ്ദേഹത്തിന് തിരികെ കൊണ്ടുവരാൻ ഇന്ത്യയിൽ കഴിഞ്ഞില്ല. രണ്ടാമത്തെ ഏറ്റവും വലിയ ബാങ്ക് കുംഭകോണം എന്ന് പറയുന്നത് 10,000 കോടി രൂപ പഞ്ചാബ് നാഷണൽ ബാങ്കിനെ പറ്റിച്ച കഥയാണ്. അത് നീരവ് മോദിയും അദ്ദേഹത്തിന്റെ അമ്മാവനായ മെഹുൽ ചോസ്കിയും ചേർന്നാണ് ചെയ്തത്. ഗീതാഞ്ജലി ജ്വല്ലറിയുടെ ഉടമസ്ഥനായിരുന്നു മെഹുൽ ചോസ്കി. ഇവർ രണ്ടുപേരും കൂടെ 10,000 കോടി രൂപ കടമെടുത്ത് പഞ്ചാബ് നാഷണൽ ബാങ്കിനെ പറ്റിച്ചിട്ട് അത് പുറത്തു വന്നപ്പോൾ നീരവ് മോദി ലണ്ടനിലേക്കും ഈ മെഹുൽ ചോസ്കി വെസ്റ്റ് ഇൻഡീസിലേക്ക് മുങ്ങിക്കളഞ്ഞു. ഇന്ന് വരെയും തിരികെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ സ്പോർട്സ് ബ്രാൻഡുകൾ ഒരെണ്ണമാണെന്ന് IPL എന്ന് പറയുന്നത്. IPL സ്ഥാപിച്ചത് ലളിത് മോദിയാണ്. പക്ഷേ പിന്നീട് BCCI ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ഒരുപാട് സാമ്പത്തിക തിരിമറികൾ നടത്തായി പുറത്തു വന്നു. അപ്പോഴത്തേക്ക് അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് ലണ്ടനിലേക്ക് രക്ഷപ്പെട്ടു. ഇന്ന് വരെയും ലളിത് മോദിയെ തിരികെ കൊണ്ടുവരാനും ഇന്ത്യയിൽ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ലളിത് മോദി, നീരവ് മോദി, അതുപോലെ മെഹുൽ ചോസ്കി, വിജയ് മല്യ, ഇവർ 4 പേരുമാണ് അടുത്ത കാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കള്ളന്മാർ.